എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 67-ാമത്തെ സർഗത്തിൽ 22 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ശ്രീരാമൻ വില്ലൊടിച്ച് സീതയെ വിവാഹം കഴിക്കാനുള്ള ഒരു പദവിയുണ്ടല്ലോ, വീര്യശുൽക്ക ആയിരുന്നു സീത. അങ്ങനെ തൻ്റെ ആ കഴിവ് പ്രകടിപ്പിച്ച് വളരെ ശക്തിമാനും പ്രതാപശാലിയുമൊക്കെയാണ് താൻ എന്ന് ശ്രീരാമൻ ജനകൻ്റെ മനസ്സിൽ ആ ബോധ്യം വന്നു ശ്രീരാമനെ പറ്റിയിട്ട്. അതോടുകൂടിയിട്ട് ജനക മഹാരാജാവിന് വളരെയധികം സന്തോഷമായി. ശ്രീരാമനെ പറ്റിയിട്ട് ജനകൻ പറയാണ്, ദൃഷ്ടവീര്യനായി തീർന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീര്യം എൻ്റെ കണ്ണാലെ കണ്ടു. ഇനി ഈ വിവാഹത്തിന് സമ്മതിക്കണം. അതിന് മകൻ മാത്രം സമ്മതിച്ചാൽ പോരാ, അച്ഛനായിട്ടുള്ള ദശരഥനും കൂടി അനുമതി തരണം. അതിനു വേണ്ടിയിട്ട് ദശരഥൻ്റെ അടുക്കലേക്ക് ആൾക്കാരെ വിടണ ഭാഗമാണ് ഇന്നത്തെ ശ്ലോകം. നമുക്ക് ആദ്യം 22-ാമത്തെ ശ്ലോകം നോക്കാം. ജനകാനാം കുലേ കീർത്തിമാഹരിഷ്യതി മേ സുതാ സീതാ ഭർത്താരമാസാദ്യ രാമം ദശരഥാത്മജം. ഈ ദശരഥപുത്രനായിട്ടുള്ള രാമനെ വിവാഹം കഴിക്കുന്നത് കാരണം സീത ജനകകുലത്തിലേക്ക് യശസ് കൊണ്ടുവരികയാണ് എന്നാണ് ജനകൻ പറയണത്. അതാണ് ദശരഥാത്മജം രാമം ഭർത്താരം ആസാദ്യ. ദശരഥൻ്റെ പുത്രനായിട്ടുള്ള ശ്രീരാമനെ ഭർത്താവായി കിട്ടിയിട്ട്, ഭർത്താവായി അതായത് ആ ഒരു പദവിയിലേക്ക് ശ്രീരാമൻ സ്വയം കയറി വരികയാണ് ഉണ്ടായത്. ഈ വീര്യശുൽക്കയായിട്ടുള്ള സീതയെ വിവാഹം കഴിക്കാൻ പ്രാപ്തിയുള്ളവനാണെന്ന് ശ്രീരാമൻ സ്വയം തെളിയിച്ചു. അങ്ങനെയുള്ള സീത മേ സുതാ സീത ജനകാനാം കുലേ കീർത്തിം ആഹരിഷ്യതി. ആ സീത ജനകരാജാക്കന്മാരുടെ വിദേഹ രാജാക്കന്മാരുടെ കുലത്തിലേക്ക് കീർത്തി കൊണ്ടുവരികയാണ് ചെയ്യണത്. അതായത് ആ ഒരു ബാന്ധവം കാരണം നമുക്കെല്ലാവർക്കും വളരെ കീർത്തിയും പരസ്പര ബഹുമാനവുമൊക്കെ വർദ്ധിക്കുകയാണ് ചെയ്യണത്. ശ്രീരാമനാണ് തൻ്റെ മകളെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ജനകകുലത്തിന് വളരെ അഹങ്കരിക്കാവുന്ന അല്ലെങ്കിൽ സന്തോഷിക്കാവുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല, മമ സത്യാ പ്രതിജ്ഞാസാ വീര്യശുൽക്കേതി കൗശിക സീതാ പ്രാണൈർബഹുമതാ ദേയാ രാമായ മേ സുതാ. അതുപോലെ മമ പ്രതിജ്ഞാ സാ സത്യ, ഞാനൊരു പ്രതിജ്ഞ നടത്തിയിരുന്നുല്ലോ, സീതയെ വിവാഹം കഴിക്കുന്ന ആള് ഈ വില്ല് കുലയ്ക്കണം എന്നുള്ളതൊരു പ്രതിജ്ഞയായിരുന്നു. ആ പ്രതിജ്ഞ ഇപ്പോൾ സത്യമായി. അതാണ് മമ പ്രതിജ്ഞ സാ പ്രതിജ്ഞ സത്യ. ഞാൻ മുമ്പ് അന്ന് ചെയ്തിരുന്നതായിട്ടുള്ള പ്രതിജ്ഞ ഇപ്പോൾ ഇതാ സത്യമായി തീർന്നിരിക്കുന്നു. ഒരാൾക്കത് ഒടിക്കാൻ പറ്റിയില്ലോ, അല്ലെങ്കിൽ ആ വില്ലെടുക്കാനും കുലയ്ക്കാനും ഒന്നും ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് മറ്റു രാജാക്കന്മാരൊക്കെ തള്ളിപ്പറയുകയും ചീത്ത പറയുകയൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ള വിഷയത്തിലാണ് ഇപ്പോൾ ശ്രീരാമൻ തന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. തൻ്റെ പുത്രി സാ സീത വീര്യശുൽക്ക ഇതി, എൻ്റെ മകൾ വീര്യശുൽക്കയാണ്. എന്തുകൊണ്ടാണ് ഞാൻ സീതയെ വീര്യശുൽക്കയാണ് എന്ന് പ്രഖ്യാപിച്ചത്? സാ സീത മമ പ്രാണൈഹി ബഹുമത, എൻ്റെ പ്രാണങ്ങളെക്കാൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ കരുതുന്നത്, എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ സീതയാണ്, മൂത്ത മകളായിട്ടുള്ള സീത. അപ്പോൾ അങ്ങനെയുള്ള മിടുക്കത്തിയായിട്ടുള്ള സീതയെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ തന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോകണം എന്ന് അത്രയ്ക്ക് മോഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീര്യശുൽക്കയാണവൾ എന്ന് പ്രഖ്യാപിച്ചത്. അതൊന്നും നടപ്പാവില്ല എന്ന് പറഞ്ഞിട്ട് പല രാജാക്കന്മാരും ജനകനോട് യുദ്ധത്തിനായിട്ടും ആക്ഷേപിക്കലായിട്ടും ഒക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ എൻ്റെ പ്രതിജ്ഞ ഇതാ സത്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മേ സുതാ രാമായ ദേയ, എൻ്റെ മകൾ തീർച്ചയായിട്ടും എൻ്റെ മകളെ ഞാൻ രാമന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അത്രയ്ക്ക് കഴിവുള്ള ഒരാൾക്ക് മാത്രമേ ഈ വില്ല് എടുക്കാൻ തന്നെ പറ്റുള്ളൂ. ആ വില്ല് എടുക്കുകയും അതുപോലെ ഞാണ് കെട്ടുകയും പൊട്ടുകയും ഒക്കെ ചെയ്തപ്പോൾ അതൊക്കെ ശ്രീരാമൻ്റെ കഴിവായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റണത്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ. അവൾ എൻ്റെ പ്രാണങ്ങളെക്കാൾ പ്രിയപ്പെട്ടവളാണ്. ജനകൻ എത്ര കാര്യമായിട്ടാണ്, മൂത്ത മകളാണ്. ആ മകള് തൻ്റെ ശരീരത്തിൽ നിന്ന് ജനിച്ചവളല്ല. പലതവണ ആത്മജയാണ് തനുജയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഉഴവുചാലിൽ നിന്ന് കിട്ടിയ കുട്ടിയാണല്ലോ. പക്ഷേ ആ കുട്ടിയോടുള്ളതായ ജനകൻ്റെ വാത്സല്യമാണ് അവിടെ നമുക്ക് വ്യക്തമാവുന്നത്. മൂത്ത മകളാണ്,
മറ്റുള്ള മക്കൾക്കൊക്കെ മാതൃകയായിട്ട് ഭവിക്കേണ്ടവളാണ്. സീത എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ സീതയെ ഏറ്റവും മിടുക്കനായിട്ടുള്ളൊരു രാജകുമാരൻ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇങ്ങനെയൊരു ഉപാധി ജനക മഹാരാജാവ് വച്ചത്. അതിതാ സത്യമായി തീർന്നിരിക്കുന്നു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തമാണിത്. എന്നിട്ട് പറയാണ് 24-ാമത്തെ ശ്ലോകം. ഭവതോനുമതേ ബ്രഹ്മൻ ശീഘ്രം ഗച്ഛന്തു മന്ത്രിണ മമ കൗശികഭദ്രം തേ അയോധ്യാം ത്വരിതാരഥൈഃ. ഇനി അല്ലയോ ബ്രഹ്മർഷേ, വിശ്വാമിത്ര ഋഷേ, ഏറ്റവും പെട്ടെന്ന് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇത് അയോധ്യയിൽ അറിയിക്കണം. അയോധ്യ രാജകുമാരനാണല്ലോ ശ്രീരാമൻ. ഇവിടെ നിന്ന്, വിദേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ജനകൻ്റെ കൊട്ടാരത്തിൽ നിന്നുള്ള എല്ലാവരും ഈ ഒരു വിവാഹത്തിന് അനുകൂലമാണ്, എല്ലാവർക്കും സന്തോഷമാണ്. ഈ ഒരു കാര്യം ഒരു തരി പോലും അറിയാതെ ഇരിക്കുന്ന ആളാണ് ദശരഥൻ മഹാരാജാവ്. ആ ദശരഥനെ വിവരങ്ങളൊക്കെ ധരിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഭവതഃ അനുമതേ, അങ്ങയുടെ അനുമതിയിൽ, ശീഘ്രം പെട്ടെന്ന് തന്നെ, മന്ത്രിണഃ ഗച്ഛന്തു, മന്ത്രിമാരൊക്കെ പോവട്ടെ, കൗശിക തേ ഭദ്രം, അല്ലയോ കൗശിക മഹർഷേ, അല്ലയോ വിശ്വാമിത്ര മഹർഷേ, അങ്ങയ്ക്ക് ഭദ്രം ഭവിക്കട്ടെ. അങ്ങ് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വിചാരിക്കണത്? ഇനി ചെയ്യേണ്ട മാർഗം അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥ മഹാരാജാവിനെ വിവരങ്ങൾ ധരിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് മന്ത്രിണഃ ഗച്ഛന്തു, എൻ്റെ മന്ത്രിമാർ തന്നെ ചെല്ലട്ടെ. അയോധ്യാം രഥൈഹി ത്വരിത മന്ത്രിണഃ ഗച്ഛന്തു, വളരെ വേഗത്തിൽ അയോധ്യയിലേക്ക് മന്ത്രിമാരെല്ലാവരും ചെല്ലട്ടെ. അവർ ചെന്നിട്ട് അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥ മഹാരാജാവിനെ വിവരങ്ങളൊക്കെ ധരിപ്പിക്കട്ടെ. അതല്ലേ അടുത്ത നടപടി എന്നുള്ളത് ജനക മഹാരാജാവ് വിശ്വാമിത്രനോട് ചോദിക്കുകയാണ്. രാജാനം പ്രശ്രിതൈർവാക്യൈരാനയന്തു പുരം മമ പ്രധാനം വീര്യശുൽക്കായാ കഥയന്തു ച സർവശ. അവിടെ ചെന്നിട്ട് മന്ത്രിമാരെല്ലാവരും തന്നെ രാജാവ് പറഞ്ഞ വാക്യങ്ങളെ വളരെ വിനയത്തോടു കൂടി അറിയിക്കണം. അതാണ് രാജാനം പ്രശ്രിതൈഹി വാക്യൈഹി, പ്രശ്രിതങ്ങളായ വാക്യങ്ങളാൽ, വളരെ വിനയം ചേർന്നതായിട്ടുള്ള വാക്കുകൾ, വളരെ വിനയത്തോടു കൂടിയിട്ട്, അനുനയത്തോടു കൂടിയിട്ട് വേണം അവിടെ പോയിട്ട് രാജാവിനോട് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ. അങ്ങനെ മമപുരം ആനയന്തു, രാജാവിനെ, ദശരഥ മഹാരാജാവിനെ എൻ്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. നമ്മുടെ കൊട്ടാരത്തിലേക്ക്, ജനക മഹാരാജാവിൻ്റെ മിഥിലാപുരിയിലേക്ക് നല്ല അനുനയ വാക്യങ്ങളോട് കൂടിയിട്ട് രാജാവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ദശരഥ മഹാരാജാവിനെ ഈ ഒരു നഗരത്തിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ഈ മന്ത്രിമാരെന്താ പറയേണ്ടത്? വീര്യശുൽക്കായാഹ പ്രധാനം സർവശഃ കഥയന്തു. എല്ലാവരും തന്നെ, മന്ത്രിമാർ കുറേ പേര് അവിടെ ചെന്നിട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വീര്യശുൽക്കയായിട്ടുള്ള സീതയുടെ കഥ, അതായത് സീത ആരാണെന്നുള്ളതും എങ്ങനെയാണ് സീത വീര്യശുൽക്കയായത് എന്നുള്ളതും ശ്രീരാമൻ എങ്ങനെയാണ് ഈ മത്സരത്തിൽ വിജയിച്ചത് എന്നുള്ള കഥകളൊക്കെ അവിടെ വളരെ വിനയത്തോടു കൂടിയിട്ട് ശ്രീരാമൻ്റെ അച്ഛനായിട്ടുള്ള ദശരഥനെ ധരിപ്പിക്കണം. അതാണ് എല്ലാ തരത്തിലും സർവശഃ കഥയന്തു, എല്ലാവരും ചേർന്ന്, മന്ത്രിമാരെല്ലാവരും പോയിട്ട് ദശരഥനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ദശരഥന് ഏറ്റവും പേടിയുള്ള കാര്യം ഈ കുമാരന്മാരെവിടെയായിരിക്കും എന്നുള്ളതല്ലേ. അവിടെ നിന്ന് വിശ്വാമിത്രൻ കൊണ്ടുപോയപ്പോൾ തന്നെ വളരെയധികം വിഷമമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പറഞ്ഞു തീർത്തത് വസിഷ്ഠ മഹർഷിയൊക്കെയാണ്. അപ്പോൾ ഈ കുട്ടികളെ പറ്റിയിട്ടും ആദ്യം പറയണം. സീതയുടെ കഥയൊക്കെ പറയണതിൻ്റെ ഒപ്പം തന്നെ രാജകുമാരന്മാരിപ്പോൾ എവിടെയാണുള്ളത് എന്നുള്ളതും ആദ്യമേ ധരിപ്പിക്കണം. അതാണ് മുനിഗുപ്തൗ ചകാകുത്സ്ഥൗ കഥയന്തു നൃപായ വൈ പ്രീതിയുക്തം തു രാജാനമാനയന്തു സുശീഘ്രഗാഃ. കാകുത്സ്ഥന്മാരെ രണ്ടുപേരും, ശ്രീരാമനും ലക്ഷ്മണനും ഇപ്പോൾ എവിടെയാണ്? മുനിഗുപ്തൗ, വിശ്വാമിത്രൻ്റെ കരുതലിലാണ്. വിശ്വാമിത്രൻ അവരെ വേണ്ടതുപോലെ കൊണ്ട് നടക്കുന്നുണ്ട്. വിശ്വാമിത്രൻ്റെ സംരക്ഷണത്തിൽ ആണ് ഈ രണ്ട് രാജകുമാരന്മാരും. അവർക്ക് യാതൊരു കുഴപ്പമില്ല. അത് നൃപായ കഥയന്തു, രാജാവിനോടായിട്ട്, ദശരഥ മഹാരാജാവിനോട് ആദ്യം തന്നെ അതാണ് പറയേണ്ടത്. രാജകുമാരന്മാരെപ്പോഴും വളരെ സുരക്ഷിതരാണെന്നുള്ളത് ഏതൊരച്ഛനും അത് അറിയാൻ മോഹം ഉണ്ടാവുമല്ലോ. അത് ആദ്യം തന്നെ ധരിപ്പിക്കണം. വിശ്വാമിത്രനാണ് അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പ്രീതിയുക്തം തു രാജാനം സുശീഘ്രഗാഃ ആനയന്തു, വളരെ വേഗത്തിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് മന്ത്രിമാരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുക. മന്ത്രിമാരെല്ലാവരും അവിടെ ചെന്നിട്ട്
വളരെ സന്തോഷിപ്പിച്ചുകൊണ്ട്, ഈ ഒരു കഥ കേൾക്കുമ്പോൾ മനസ്സിൽ വിഷമമൊന്നും തോന്നരുത്. അച്ഛൻ്റെ അനുവാദമില്ലാതെ ഇവിടം വരെയൊക്കെ എത്തിയോ, വിവാഹമൊക്കെ ആയോ എന്നുള്ള തോന്നലൊന്നും ഉണ്ടാവരുത്. അതിനെയൊക്കെ മറികടക്കുന്ന വിധത്തിൽ വേണം പറഞ്ഞ് ധരിപ്പിക്കാൻ. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ദശരഥ മഹാരാജാവിനെയും കൊണ്ട്, അല്ലയോ മന്ത്രിമാരെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് മിഥിലാപുരിയിലേക്ക് വരിക എന്നാണ് പറയണത്. വേഗം വേണം, സുശീഘ്രഗാഹ, വേഗം സഞ്ചരിക്കുന്നവരെ നിങ്ങൾ വേഗം തന്നെ പോയിട്ട് അവിടെ നിന്ന് രാജാവിനെ കൂട്ടിക്കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെയല്ലേ നമ്മളിനി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വിശ്വാമിത്രൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് ജനക മഹാരാജാവ് പദ്ധതിയിടാണ്. അത് കേട്ടപ്പോൾ കൗശികസ്തു തഥേത്യാഹ രാജാ ഭാഷ്യമന്ത്രിണ അയോധ്യാം പ്രേഷയാമാസ ധർമാത്മാ കൃതശാസനാൻ യഥാവൃത്തം സമാഖ്യാതുമാനേതും ച നൃപം തഥാ. ഇതൊക്കെ കൂടി കേട്ടപ്പോൾ കൗശികൻ എന്താ പറഞ്ഞത്? തഥേത്യാഹ, അങ്ങനെ തന്നെ, ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്, അങ്ങ് വേണ്ടതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുമ്പാക്കം കൊണ്ടുപോണത് എന്ന് അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞു. തഥാ ഇതി കൗശിക തു ആഹ രാജ മന്ത്രിണ ആഭാഷ്യ. അതിനുശേഷം അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയതിനു ശേഷം മന്ത്രിമാരെ പറഞ്ഞയക്കുകയാണ് മഹാരാജാവ് ജനകൻ. മന്ത്രിണ ധർമാത്മാ അയോധ്യാം പ്രേഷയാമാസ. ധർമാത്മാ രാജ കൃതശാസനാൻ മന്ത്രിണ അയോധ്യാം പ്രേഷയാമാസ. ആ ധർമാത്മാവായിട്ടുള്ള രാജാവ്, മഹാരാജാവ് ജനകൻ എല്ലാം വേണ്ടതുപോലെ പഠിപ്പിച്ചു കൊടുത്തവരായിട്ടുള്ള മന്ത്രിമാർ, അതാണ് കൃതശാസനന്മാർ. അവിടെ ചെന്നിട്ട് എന്തൊക്കെ പറയണം, എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തവരായിട്ടുള്ള ആ മന്ത്രിമാരെ അയോധ്യയിലേക്ക് പറഞ്ഞയച്ചു. അയോധ്യാം പ്രേഷയാമാസ. എന്നിട്ട് യഥാവൃത്തം സമാഖ്യാതും ആനേതും ച നൃപം തഥ. എന്താണ് പഠിപ്പിച്ചു കൊടുത്തത്? യഥാവൃത്തം സമാഖ്യാതും. ഇവിടെ എന്താണോ ഉണ്ടായത് അത് മാത്രമേ അവിടെ പോയി പറഞ്ഞു കൊടുക്കാവൂ. പ്രത്യേകിച്ച് ഇതൊന്നും മനസ്സിലാവാത്ത ഒരാളോട് വെറുതെ കാര്യങ്ങളൊക്കെ കൂട്ടി വർദ്ധിപ്പിച്ച് പറഞ്ഞാൽ അത് എന്തൊക്കെയോ അവിടെ കുഴപ്പങ്ങളുണ്ട് എന്നുള്ളത് തോന്നും. അങ്ങനെ കൂട്ടിയും പൊങ്ങച്ചൊന്നും ചേർത്ത് പറയരുത്. ഇവിടെ എന്താണ് സംഭവിച്ചത് അത് മാത്രം പറയാം. അതുപോലെ തന്നെ ആ വാക്കുകൾ കൊണ്ട് രാജാവിന് മിഥിലാപുരിയിലേക്ക് വരാൻ തോന്നണം. ആ രീതിയിൽ പറഞ്ഞ് ഫലിപ്പിച്ച്, ഉള്ള കാര്യങ്ങളെ വേണ്ടൂ, പക്ഷെ അത് പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഒരു മഹാരാജാവിനോടാണ് പറയണത്. അതൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ വിനയാന്വിതമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച് രാജാവിനെയും കൊണ്ട് വരാൻ പറഞ്ഞിട്ട് മന്ത്രിമാരെ എല്ലാവരെയും അയോധ്യാം പ്രേഷയാമാസ. ധർമാത്മാ ജനക, ധർമാത്മാവായിട്ടുള്ള ആ ജനക മഹാരാജാവ് മന്ത്രിമാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് യഥാവൃത്തം സമാഖ്യാതും തഥാ നൃപം ആനേതും ച അയോധ്യാം പ്രേഷയാമാസ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാജാവിനെ കൊണ്ടുവരാൻ ഏൽപ്പിച്ച് മന്ത്രിമാരെ പറഞ്ഞയച്ചു എന്നർത്ഥം. അങ്ങനെ ഈ ഒരു സർഗം ഇവിടെ തീരാണ്. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ജനകാനാം കുലേ കീർത്തിമാഹരിഷ്യതി മേ സുതാ സീതാ ഭർത്താരമാസാദ്യ രാമം ദശരഥാത്മജം മമ സത്യാ പ്രതിജ്ഞാസാ വീര്യശുൽക്കേതി കൗശിക സീതാ പ്രാണൈർബഹുമതാ ദേയാ രാമായ മേ സുതാ ഭവതോനുമതേ ബ്രഹ്മൻ ശീഘ്രം ഗച്ഛന്തു മന്ത്രിണ മമ കൗശികഭദ്രം തേ അയോധ്യാം ത്വരിതാരഥൈഃ രാജാനം പ്രശ്രിതൈർവാക്യൈരാനയന്തു പുരം മമ പ്രദാനം വീര്യശുൽക്കായാഃ കഥയന്തു ച സർവശ മുനിഗുപ്തൗ ച കാകുത്സ്ഥൗ കഥയന്തു നൃപായ വൈ പ്രീതിയുക്തം തു രാജാനമാനയന്തു സുശീഘ്രഗാഃ കൗശികസ്തു തഥേത്യാഹ രാജാ ച ഭാഷ്യമന്ത്രിണ അയോധ്യാം പ്രേഷയാമാസ ധർമാത്മാ കൃതശാസനാൻ യഥാവൃത്തം സമാഖ്യാതുമാനേതും ച നൃപം തഥാ. അങ്ങനെ അയോധ്യയിലേക്ക് മന്ത്രിമാരൊക്കെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സർഗം അവസാനിപ്പിക്കുകയാണ്. ഇനി ബാക്കി കഥകൾ അടുത്ത സർഗത്തിൽ കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.